സിനിമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ നന്ദു ആണെങ്കിൽ നമ്മളെ ഡേവിഡിനെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിൽക്കുന്നുണ്ട് പോലീസുകാരനാണെങ്കിൽ നമ്മളെ ഡേവിഡിനെ കണ്ടിട്ടാണെങ്കിൽ ഭയങ്കര ബഹുമാനമൊക്കെ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ നന്ദു ചോദിക്കുന്നുണ്ട്, എന്തിനാണോ തന്നെ അയാളെ ഈ ഇത്രയും വണക്കമൊക്കെ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വേറെയുള്ള ക്രിമിനൽസിനെ ഒന്നും കൊണ്ടുവരുന്ന സമയത്ത് ഇത്രയും ബഹുമാനമൊന്നും കൊടുക്കുന്നത് കണ്ടിട്ടില്ലല്ലോ. ഇപ്പോൾ കോടീശ്വരനായാലും ശരി തന്നെ ഇവിടെ ഒരു തെറ്റ് ചെയ്യുന്ന ആൾ ഒരു ക്രിമിനൽ തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു കൊലപാതകമായാലും ഒരു ക്രിമിനലിനായാലും കൊടുക്കുന്ന അതേ പരിഗണന തന്നെ ഇയാൾക്ക് കൊടുത്താൽ മതി. അല്ലാതെ ഇയാൾക്ക് ഇവിടെ വേറെ വലിയ പരിഗണനയും കാര്യങ്ങളൊന്നും കൊടുക്കണ്ടെന്നൊക്കെ നന്ദു പറഞ്ഞിട്ട് പറയുന്നുണ്ട്. വാടോ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ നന്ദുവിൻ്റെ മുകളിലുള്ള ഓഫീസർ വന്നിട്ട് പറയുന്നുണ്ട്, ഒന്ന് നിൽക്കുകയെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ ഡേവിഡ് പറയുന്നുണ്ട്, സാറേ കണ്ടില്ലേ വെറും ഒരു SI എന്നൊക്കെ പറയുന്നുണ്ട്, അതും വേറൊരു പെണ്ണാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, ചോരത്തിളപ്പെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നമ്മളെ ഡേവിഡ്. ആ സമയത്താണെങ്കിൽ നമ്മൾ ആ ഒരു ഓഫീസർ ചോദിക്കുന്നുണ്ട് നന്ദുവിൻ്റെ അടുത്ത്, ആരടുത്ത് പറഞ്ഞിട്ടാണ് ഇയാളെ ഈ ഡേവിഡ് സാറിനെ അറസ്റ്റ് ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ നന്ദു പറയുന്നുണ്ട്, അത് തൊണ്ടി മുതലൊക്കെ നേരത്തെ കസ്റ്റഡിയിലെടുത്തതാണ്, ഇയാളാണെങ്കിൽ കള്ളക്കടത്ത് സ്വർണ്ണമാണ് AM ജ്വല്ലറി കൂടെ വിറ്റഴിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് തെളിവാന്നൊക്കെ ഇങ്ങനെ ഓഫീസർ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും ഡേവിഡ് സാറിനെ പോലെ ആളെ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ വെക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ നന്ദുവിനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. നന്ദു പറയുന്നുണ്ട്, സാറിനെ പോലെ ഉള്ള ഓരോ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിയമത്തിൻ്റെ വഴി കൂടെ പോകേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഓഫീസർ പറയുന്നുണ്ട്, നിയമത്തിൻ്റെ വഴി കൂടെ അല്ല പോകുന്നത്, അതുകൊണ്ടല്ലേ ഞാൻ ഇടപെട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നന്ദുവിന് ദേഷ്യം വന്നിട്ട് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ആ ഒരു ഓഫീസറിനാണെങ്കിൽ IG ഫോൺ വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഡേവിഡിനെ വിടാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്ന, കറക്റ്റ് രീതിയിൽ കേസ് അന്വേഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഫോൺ കട്ട് ചെയ്തതിന് ശേഷമാണെങ്കിൽ നമ്മൾ ആ ഓഫീസർ ഡേവിഡിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, സാർ വിടാൻ പറ്റത്തില്ല, IG സാറാണ് വിളിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം കേസ് അതിൻ്റെ വഴിക്ക് പോട്ടെ എന്നൊക്കെ പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡേവിഡ് ആണെങ്കിൽ പെട്ട അവസ്ഥയിൽ നിൽക്കുന്നുണ്ട്. നമ്മൾ നന്ദുവിന് മേലുള്ള ഓഫീസർ പറയുന്നുണ്ട്, എന്തായാലും IG വിളിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞാൽ തെളിവെടുപ്പും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് എടുത്തതിന് ശേഷം മാത്രമേ വിടാവുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതുവരെ പുറത്ത് വിടരുതെന്ന് പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ഓഫീസർ പറയുന്നുണ്ട്, എന്തായാലും ഞാനിനി ഇതിനകത്തൊന്നും ഇടപെടാൻ വരുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓഫീസർ അങ്ങ് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നന്ദു ആണെങ്കിൽ പറയുന്നുണ്ട്, അല്ല ഡേവിഡിനൊരു വിചാരം ഉണ്ടായിരുന്നു, കേരള പോലീസിനെ മൊത്തവും കാശ് കൊടുത്ത് കയ്യിൽ വാങ്ങിച്ച ഒരു അഹങ്കാരവും കാര്യങ്ങളൊക്കെ ഡേവിഡിനുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ നമ്മൾ ഡേവിഡിൻ്റെ മറ്റുള്ള പോലീസുകാരത്ത് പറയുന്നുണ്ട്, കൊണ്ടുപോയി ഇയാളെ എന്നൊക്കെ പറഞ്ഞ് അയാളെ പിടിച്ച് തള്ളുകയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ നന്ദു. അതിനുശേഷം നമ്മൾ നന്ദുവാണെങ്കിൽ നമ്മൾ ഡേവിഡാണെങ്കിൽ നല്ല രീതിയിലൊക്കെ അടിച്ചൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചോദിക്കുന്നുണ്ട്, ഈ കള്ളക്കടത്ത് സ്വർണ്ണമൊക്കെ എവിടെ നിന്നാണ് ഡേവിഡെ കൊണ്ടുവരുന്നത്, ബ്രസീലിൽ നിന്നാണോ അതോ സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഡേവിഡ് പറയുന്നുണ്ട്, എനിക്കതൊന്നും അറിയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ ഡേവിഡിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇതിൻ്റെ AM ജ്വല്ലറിയുടെ മുകളിലുള്ള തലപ്പത്തുള്ള അയാൾ ആരാന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഡേവിഡ് പറയുന്നുണ്ട്, അത് ആരുമല്ല ഞാൻ തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നന്ദു ആണെങ്കിൽ നമ്മൾ ഡേവിഡിൻ്റെ ചെവി കുറ്റി നോക്കി ഒരു അടിയൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നന്ദു ചോദിക്കുന്നുണ്ട്, മൂർത്തി ജ്വല്ലറിയിൽ നിന്ന് കള്ളക്കടത്ത് സ്വർണം വിറ്റഴിച്ച് അവനെ പുറത്താക്കിയ ആ അബി എന്തിനാണ് ഇവിടെ മാനേജറാക്കി എന്തിനാണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അബിയും ഈ AM ജ്വല്ലറിയും തമ്മിൽ എന്താ ബന്ധം എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ ഡേവിഡ് പറയുന്നുണ്ട്, അത് മൂർത്തി ജ്വല്ലറിയിൽ നിന്ന് പുറത്താക്കിയത് കൊണ്ടാണ് അബിയെ ഇവിടെ ജോലിക്ക് എടുത്തതെന്നൊക്കെ പറയും. ഡേവിഡ് പറയുന്നുണ്ട്, പിന്നെ അനന്തപുരി തറവാട്ടിലെ പയ്യനും അല്ലേ, അതുകൊണ്ടാണ് ജോലിക്ക് എടുത്തതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നന്ദു പറയുന്നുണ്ട്, കള്ളങ്ങൾ സമർത്ഥമായി പറഞ്ഞൊപ്പിക്കാൻ വേണ്ടി നോക്കണ്ട നീയോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നീ അനന്തപുരി തറവാടിലെ തറ പറ്റിക്കാൻ വന്നതാണ് നീയും അതുപോലെ തന്നെ നിൻ്റെ മുകളിലുള്ളവനും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആരാടാ ദുബായിൽ വെച്ച് ആദർശേട്ടനെ ജയിലിലാക്കാൻ നോക്കിയതും പിന്നെ ബോംബെയിൽ ആ ഡീലിന് പോയ സമയത്ത് ആദർശേട്ടന് മയക്കുമരുന്ന് കൊടുത്ത് മയക്കി കിടത്തിയ ആ ഒരു പെൺകുട്ടി ആരാന്നൊക്കെ ചോദിച്ചിട്ടാണെങ്കിൽ നമ്മൾ നന്ദു ആണെങ്കിൽ നല്ലതുപോലെ ഡേവിഡിനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ നന്ദു പറയുന്നുണ്ട്, നിനക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നത് SPയും DYSP ഒക്കെ അല്ലേ, അപ്പോൾ അവരടുത്ത് പറഞ്ഞൊരു സാധാരണ ഒരു SI ആണെങ്കിൽ നിന്നെ അടിച്ച് ഒരു പരുവാക്കിയെന്നൊക്കെ പറയാനൊക്കെ പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ നന്ദുവാണെങ്കിൽ പോലീസുകാരത്ത് പറയുന്നുണ്ട് കേട്ടോ, ഇയാൾക്കാണെങ്കിൽ ഭക്ഷണമോ വെള്ളമോ ഒന്നും കൊടുത്തു പോരും, ഇയാൾ കുറച്ച് നേരം ഇങ്ങനെ തന്നെ കിടക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ നന്ദു വീണ്ടും നമ്മളെ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഡേവിഡിനെ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, പത്തനംതിട്ടക്കാരനായ നീ ഒരു ജ്വല്ലറി കുറിച്ച് ഒരു കാര്യങ്ങളോ ഒന്നും അറിയാത്ത നീ എങ്ങനെയാണ് നീ ഇതിനൊക്കെ AM ജ്വല്ലറിയുടെ MD ആയതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് പറയുന്നുണ്ട്, നീ ആണെങ്കിൽ ഒരു ബിനാമി അല്ലേടാന്നൊക്കെ നമ്മളെ നന്ദു ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ നന്ദു പറയുന്നുണ്ട്, നിനക്കൊരു ദയാദാക്ഷിണ്യം പോലും ഞങ്ങൾ പോലീസുകാരെ കയ്യിൽ നിന്ന് നിനക്ക് കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നന്ദു ആണെങ്കിൽ അവിടെ നിന്ന് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കാൻ നമ്മൾ അവന്തികയാണെങ്കിൽ ടെൻഷനോടെയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ അബി അങ്ങനെ പോകുമ്പോഴത്തേക്ക് അബിയെടുത്ത് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, അബിയേട്ട എന്തായി കാര്യങ്ങളെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ അബി പറയുന്നുണ്ട്, കൂടുതലായിട്ടൊന്നും അറിയാനൊന്നും പറ്റുന്നില്ല മോളെ, ഞാൻ എന്തായാലും അച്ഛനെ ഒന്ന് കാണാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അബിയാണെങ്കിൽ നാഗേന്ദ്രനെ കാണാൻ വേണ്ടി പോകുന്നു. നാഗേന്ദ്രനാണെങ്കിൽ അബിയെടുത്ത് ചോദിക്കുന്നുണ്ട്, എടാ അബി നമുക്ക് എവിടെ പിഴവ് പറ്റിയത് നിനക്ക് മനസ്സിലായെന്ന് നിൽക്കുന്ന സമയത്ത്
നമ്മൾ അഭി പറയുന്നുണ്ട് ഇല്ല ചാ എവിടെ നമുക്ക് പിഴവ് പറ്റി, അത് വേറൊന്നുമല്ല നിന്നെ മാനേജറായി വെച്ചപ്പോഴാണ് നമുക്ക് പിഴവ് പറ്റിയെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ അഭി ചോദിക്കുന്നുണ്ട് അതെന്താ വെച്ചാൽ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട് അല്ല നിന്നെ ഒരു സ്റ്റാഫായിട്ട് ഞാൻ അവിടെ അപ്പോയിൻമെൻറ്റ് ചെയ്തിരുന്നെങ്കിൽ പ്രശ്നവും കാര്യങ്ങളൊന്നും വരത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നിനക്കാണെങ്കിൽ മാനേജറാക്കിയിട്ട് എല്ലാ സത്യങ്ങളും പറഞ്ഞ സമയത്ത് നിനക്ക് കുറച്ച് അധികാരങ്ങളും കാര്യങ്ങളും നീ കൂടുതൽ എടുത്തെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിലാണ് എല്ലാവർക്കും സംശയങ്ങളും കാര്യങ്ങളും തോന്നി തുടങ്ങിയെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതുമല്ല ഇപ്പോൾ എം ജ്വല്ലറിയിലെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കുത്തനെ താഴോട്ട് പോയി തുടങ്ങിയെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഡേവിഡ് ആണെങ്കിൽ ഇപ്പോൾ ജയിലിലും ആയെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നമ്മൾ അഭി ചോദിക്കുന്നുണ്ട് അല്ല അച്ഛാ അപ്പോൾ പോലീസുകാർ 4-5 അടിയൊക്കെ കൊടുത്തു കഴിഞ്ഞാലാണെങ്കിൽ അങ്കിളാണെങ്കിൽ എല്ലാ സത്യങ്ങളൊക്കെ പറയുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഡേവിഡ് പറയും അതൊന്നും അയാൾ ചെയ്യത്തില്ല, അങ്ങനെയുള്ള വിശ്വാസവഞ്ചനയൊന്നും അയാൾ ചെയ്യത്തില്ല, ചെയ്യാനായിരുന്നെങ്കിൽ അയാൾക്ക് എന്നേ ചെയ്യാമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അയാൾക്കും ഉള്ളിൽ ഭയം കാണുമല്ലോ, അങ്ങനെ കാണാം അയാൾ പറയുകയാണെങ്കിൽ പിന്നെ അയാൾ ജീവനോടെ ഇരിക്കത്തില്ല എന്നുള്ള കാര്യം അയാൾക്ക് തന്നെ നല്ലതുപോലെ അറിയാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അയാൾ പറയുകയാണെങ്കിൽ പിന്നെ പോലീസ് സ്റ്റേഷനിൽ കിടന്ന് തൂങ്ങുന്ന ഡേവിഡിനെ ആയിരിക്കും നമ്മളൊക്കെ കാണാൻ പോകുന്നതെന്നൊക്കെ ഒരു പുച്ഛത്തിൽ ഒരു ചിരിയൊക്കെ ചിരിച്ചുകൊണ്ട് നമ്മൾ നാഗേന്ദ്രൻ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ പിന്നെ കാണിക്കാൻ നമ്മൾ അഭിയാണെങ്കിൽ വന്ന് നവ്യടുത്ത് പറയുന്നുണ്ട് നിൻ്റെ അനിയത്തി എന്ത് ഉദ്ദേശിച്ചാണ്, അവളെ കൊണ്ട് എനിക്കൊരു സ്വസ്ഥതയും സമാധാനം അവൾ തരത്തില്ലെന്നാണ് അവൾ തീരുമാനിച്ചിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ജീവിതവും ജീവനും കൂടെ ഞാനിങ്ങനെ എടുക്കുമെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ നവ്യ പറയുന്നുണ്ട് നീ എന്ത് വേണമെങ്കിലും ചെയ്യുക അവിയെ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഇങ്ങനെയുള്ള 2 അനിയത്തിമാരില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ അഭി പറയുന്നുണ്ട് ഗുഡ് നവ്യ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ അഭി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവളെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നിനക്കൊരു കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് നവ്യ പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ലടാ, നമുക്ക് വലുത് എം ജ്വല്ലറി ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ അഭി പറയുന്നുണ്ട് ഇങ്ങനെ തന്നെ പറയണം നവ്യ, ഞാനും ഇങ്ങനെയാണ് ആഗ്രഹിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ അഭി ആണെങ്കിൽ അവിടെ നിന്നൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ നവ്യ ആണെങ്കിൽ ചിന്തിക്കുന്നുണ്ട് ഈ ദ്രോഹിയാണെങ്കിൽ ഈ ദുഷ്ടനെ എൻ്റെ നന്ദുവിനെ എന്തെങ്കിലും ചെയ്ത് കളയുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നവ്യ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ കാണാൻ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ നിൻ്റെ അന്ത്യം എൻ്റെ കൈ കൊണ്ടായിരിക്കും എന്നൊക്കെ നവ്യ അങ്ങനെ ചിന്തിച്ചിട്ട് നവ്യ എന്ത് ചെയ്ത് കൂട്ടുകാരിയെ കൊണ്ടാണെങ്കിലും നമ്മൾ ആദർശിന് മെസ്സേജ് അയപ്പിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ നന്ദുവിൻ്റെ ജീവൻ അപകടത്തിലാണ്, നന്ദുവിനെ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആദർശാണെങ്കിൽ ഈ കാര്യം നയനെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ നയനെ പറയുന്നുണ്ട് എന്തായാലും ഈ മെസ്സേജ് നമ്മളൊന്ന് സൂക്ഷിക്കണം ആദർശമായിട്ട കാര്യം, ഇതിൽ നിന്ന് വരുന്ന എല്ലാ മെസ്സേജുകളും സത്യസന്ധമായുള്ള കാര്യങ്ങളാണല്ലോ എന്നൊക്കെ പറയുന്നത്. നമ്മൾ അനിയാണെങ്കിൽ നന്ദുവിനെ വിളിക്കുന്നുണ്ട് കേട്ടോ രാത്രി. എന്നിട്ട് പറയുന്നുണ്ട് നന്ദു നാളെ ഞായറാഴ്ചയില്ലേ നമുക്ക് എവിടെയെങ്കിലും കറങ്ങാനൊക്കെ ഒന്ന് ഔട്ടിങ്ങിന് പോകാമെന്നൊക്കെ പറയുന്ന സമയത്ത് നന്ദു പറയുന്നുണ്ട് ഞാൻ എങ്ങനെ വരും, അപ്പോഴത്തേക്ക് നീ പറയുന്നത് നിനക്ക് ഞായറാഴ്ച ഫ്രീ അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നന്ദു പറയുന്നുണ്ട് അങ്ങനെയല്ല എനിക്ക് ഡ്യൂട്ടിയൊക്കെ കാണും, പക്ഷേ ഞാനാണെങ്കിലും ഉച്ചയൊക്കെ ആകുമ്പോൾ എങ്ങനെയൊക്കെ വീട്ടിൽ വരുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അനി പറയുന്നുണ്ട് ഉച്ച വരെ നിനക്ക് കുഴപ്പമില്ലല്ലോ, അപ്പം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഇത് നമ്മൾ അവന്തികയാണെങ്കിൽ ഒളിഞ്ഞു നിന്ന് കേക്കൊക്കെ ചെയ്യുന്നുണ്ട്. ഇവർ പ്ലാനിങ് എന്താണെന്നും ഇവരെങ്ങോട്ടാണ് പോകാനും ഉദ്ദേശിക്കുന്നതൊക്കെ ഉള്ള എല്ലാം മനസ്സിലാക്കിയിട്ട് നേരെ വന്ന് നമ്മൾ അവന്തിക ആണെങ്കിൽ അബിയെടുത്ത് പറയുന്നുണ്ട് അബിയേട്ടാ ഇതാണെങ്കിൽ അവനും അവൻ്റെ മറ്റോളും കൂടെ നാളെ പിന്നെ ഔട്ടിങ്ങിനൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുകയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ അഭി പറയുന്നുണ്ട് അതെങ്ങനെ മോളെ അവൾക്കാണെങ്കിൽ അതിന് പോലീസല്ലേ ലീവൊക്കെ ഉണ്ടോയെന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയത്തില്ല, അവരെന്തായാലും പോകാനുള്ള പ്ലാനിങ് നടത്തുന്നുണ്ട്, എന്തായാലും ഇത് വെറുതെ വിടാനൊന്നും ഉദ്ദേശിക്കത്തില്ല, അവളെ എന്തായാലും ഇല്ലാതാക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിലും നമ്മൾ അഭി പറയുന്നുണ്ട് അതെന്തായാലും ഞാൻ നിനക്ക് തരുന്നൊരു വാക്കാണ് അഭി, നീ എന്തായാലും നിന്നെ കല്യാണം കഴിക്കത്തുള്ളൂ, അവൻ നിനക്ക് സ്വന്തമാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അഭി പറയുന്നുണ്ട് എന്തായാലും നന്ദുവിനെ എന്തായാലും നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അഭിയാണെങ്കിൽ കുറച്ച് ഗുണ്ടകളെയൊക്കെ ഏർപ്പാടൊക്കെ ചെയ്യുന്നുണ്ട്. അനിയും നന്ദുവും കൂടെ നാളെ ഔട്ടിങ്ങിന് പോകുന്ന സമയത്ത് നന്ദുവിനെ കൊല്ലാൻ വേണ്ടിയൊക്കെ ഉള്ള പ്ലാനിങ് ഒക്കെ നമ്മൾ അഭിയാണെങ്കിൽ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് വീഡിയോസൊക്കെ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.